ബാക്ക് ടു ജഹാന. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കസിൻ സിസ്റ്റർ, എൻ്റെ കസിൻ ബ്രദർ എന്ന് പറയുന്നത്. അവിടെ എവിടെയോ നിൽപ്പുണ്ട് ഗൈസ്. ഇവിടെ നല്ല പെരുമഴയാണ് ഗൈസ്, അടിപൊളിയാണ്. കേരളത്തിൽ വന്നതിന് ശേഷം ഞാനിവിടെ മഴ കാണുമ്പോൾ തുള്ളി ചാടാൻ പോകാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലല്ല. ഇവിടെ എൻ്റെ ഡ്രസ്സ് ഒന്നോ രണ്ടോ ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ. കാരണം കല്യാണ വീട്ടിലൊക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു വീഡിയോ എടുക്കാൻ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് വീഡിയോ എടുക്കാണ്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നത് ഈ വീട്, കല്യാണ വീട് ഞങ്ങൾ തല്ലി പൊളിച്ചിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഓട്ടം, പിന്നെ എല്ലാം പിന്നെ ഇവിടെ ഇവളെ മുഖം മേക്കപ്പെട്ടു നല്ല ക്യൂട്ടല്ലേ ഇവളെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇവളെയും കൊണ്ട് പോയാലും തോന്നുന്നത്. ഇവളെ മുഖം കണ്ട സ്ക്യൂഷി ടാബ സ്ക്യൂഷി പോലെ. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഗ്രാമ. നിങ്ങൾ എപ്പോഴും കാണാറുള്ള മുഖം ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രാൻമയാണ് ഗൈസ് എന്നോട് പറഞ്ഞത് മഴ നനയരുത് പറഞ്ഞു. ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. എനിക്ക് മഴ തന്നെ ഭയങ്കര ആഗ്രഹം. ഇങ്ങോ പിന്നെ നമ്മൾ കാല് നനയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരാൾക്ക് കാല് നനയ്ക്കാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ കാലങ്ങ് ഇറങ്ങി നനയ്ക്കും. കാലിവിടെ വീണ തുള്ളി കൊണ്ട് അങ്ങ് നനച്ച് അതിന് വണ്ടാക്കിയിട്ടായിട്ടുണ്ട്. കാല് മാത്രം നനച്ചു, ഉടുപ്പ് നനയെന്ന് പറഞ്ഞിട്ടാണ് കാല് നനയ്ക്കാറുള്ളത്. ഇപ്പോൾ ആണ് ഉടുപ്പ് നനയുടെ കാലെന്ന് എളുപ്പത്തിൽ ഞാൻ നനച്ചുകൊണ്ട് ഗൈസ്. ഇതാണ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കാല് നനയ്ക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിനെ മണ്ടയ്ക്ക് ഇതുപോലത്തെ ഒരു ഓടുള്ളതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എൻ്റെ കാലെന്തായാലും ഞാനിന്ന് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അവിടെ എൻ്റെ ചേട്ടൻ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു ഫിഷിനെ മറ്റേ അവൻ്റെ സ്കൂളിലൊക്കെ സ്കൂളിലല്ല ഇവിടെ അവൻ്റെ ഒരു കോമൺ ആയിട്ട് ഉണ്ടായിരുന്നു. ഇവിടെ സ്കൂളിൽ പോയിട്ട് എടുക്കാം. കേരളത്തിൽ ഇവിടുത്തെ സ്കൂളിലൊക്കെ പല തവണ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കുറേ നാൾക്ക് ശേഷം വന്നുകൊണ്ട് തന്നെ 2 വർഷത്തിന് ശേഷം വന്നതാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജനി അധികം പുറത്തേക്ക് ഇറങ്ങല്ലേ, അധികം അങ്ങ് ഇറങ്ങല്ലേ. ഞാൻ ഓടിൻ്റെ അധികം കൂടെയാണ് കേട്ടോ നടന്നു പോയിട്ട് വരാറ്. അടിപൊളിയാണ്. കൈ നനയ്ക്കാനാണെങ്കിലും കാല് നനയ്ക്കാനാണെങ്കിലും ഇത്ര നല്ല സമയത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് കേരളത്തിൽ വന്നിട്ട് കൈ നനയ്ക്കാൻ കാല് നനയ്ക്കും. ഈ മഴ എന്ന് പറയുന്നത് എനിക്ക് വളരെ അത്ഭുതമാണ്. കാരണം ഖത്തറിൽ 1-2 തവണ എങ്ങാണ്ട് ഞാൻ വന്നതിന് ശേഷം കണ്ട് 4 തവണ എങ്ങാണ്ട് മഴ പെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്നാൽ പിന്നെ ഇത് 12-13ാമത്തെ തവണ എങ്ങാണ്ട് മഴ പെയ്തിരിക്കുന്നത്. അടിപൊളിയാണ് ഗൈസ്. ഇവിടെ വന്നതിന് ശേഷം തലവെള്ളം ചാടില്ല. ഇവിടെ അടിപൊളിയായിട്ട് കൈ നനയ്ക്കാം ഗൈസ്. കുറേ മഴത്തുള്ളികൾ കയ്യിലുണ്ട് ഗൈസ്. എനിക്ക് മഴത്തുള്ളി കൈ വന്നത് അടിപൊളി വൈബാണ്. എന്ത് വൈബാണെന്ന് അറിയാമോ ഗൈസ്. നമുക്ക് അമ്മച്ചി കുട ഉണ്ടായിരുന്നു. കുട എടുത്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ. ഇവരെ കൂടെ ഇങ്ങനെ നടക്കാനാ. പനി പിടിക്കില്ല. കുടയാണെങ്കിൽ പിന്നെ നനയില്ലല്ലോ ഗൈസ്. ഇതാണ് ഇവിടുത്തെ അമ്മച്ചി ഗൈസ്. 2 അമ്മച്ചിമാരാണ് ഉള്ളത്. ഞാൻ പറഞ്ഞതാണ് വേറെ കല്യാണ വീട്ടിലാണുള്ളത്. ഞാൻ യൂട്യൂബറാണ്. ഇതെന്റെ സിസ്റ്റർ ബ്രദറുണ്ട്. അവിടെ അപ്പുറത്തെങ്ങാണ്ട് പോയി കിടപ്പുണ്ട് ഗൈസ്. അവനെ ഞാൻ അറിയാൻ പാടില്ല ഗൈസ്. ഈ മഴയത്തുനിന്ന് ആ ചെറുക്കനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എനിക്ക് അറിയാൻ കണ്ട ഗൈസ്. എന്താണ് ഗൈസ് ഇവിടുത്തെ വ്യൂ. എനിക്ക് വളരെ വണ്ടർസ്റ്റിക് എന്താ ഈ കണ്ട ഗൈസ്. അപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് പിറവമാണ് ഗൈസ്. അതിൽ കൂടെ ഒക്കെ ചെളിവെള്ളം ഒലിച്ചു പോകണം ഗൈസ്. ചെളിവെള്ളം പോവുകയാണ് ഗൈസ്. ചെളിവെള്ളം ഇതാ കാണുന്നത് ഡിസൈൻ അല്ല ഗൈസ്. ചെളിവെള്ളം ഒലിച്ചു പോകുന്നതാണ് കേട്ടോ അവിടെ കാണുന്നത്. 360 ആംഗിളിൽ 3.1 ആക്സിൽ ഞാൻ സൂം ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത്രയും ചെളിവെള്ളമാണ് ഗൈസ് ഒഴുകി. ഞാനും എല്ലാവരും കൂടെ പോയിട്ട് അമ്മച്ചി ഇവിടെ മഴ നനയത്തില്ല. അവിടെ വരെ പോയിട്ട് വരാം. മഴ ഫോൺ വെള്ളം ചാടിയിട്ടില്ല. നമ്മൾ ഇവിടെ കുറച്ച് മീനെല്ലാം പിടിച്ച് വെച്ചില്ലായിരുന്നോ. ഞാൻ ഇവിടെ മൊത്തം ഷീൽഡ് ഉണ്ട് ഗൈസ്. ഷീൽഡ് അടിപൊളി വണ്ടസ്റ്റിക് ഷീൽഡാണ് ഗൈസ്. അപ്പം കണ്ടോ ഗൈസ് നിങ്ങൾ. നമ്മളിവിടെ ഒരു ഫിഷിനെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെവിടെ പോയി അറിയാൻ പാടില്ല ഗൈസ്. എന്തായാലും എൻ്റെ ബ്രദർ എനിക്കത് എടുത്തു തരും. ഞാനിപ്പോൾ എന്തായാലും തിരിച്ച് ഡെസ്റ്റിനേഷനിലേക്ക് പോട്ടെ ഗൈസ്. അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി. എനിക്ക് മഴ പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗൈസ്. കാരണം ഖത്തറിൽ കിടക്കുന്നവളെ ഞാൻ ഒരിക്കലും കൊതിപ്പിക്കുന്നില്ല. ഇതുപോലത്തെ മഴ കാണാത്ത രാജ്യങ്ങളിൽ ഉള്ള ആൾക്കാർ എൻ്റെ വ്ളോഗ് കാണരുത് പ്ലീസ്. എനിക്ക് പത്തനെ പറയുള്ളൂ. കാരണം ഞാൻ മഴ പെയ്യുന്ന കുറേ വ്ളോഗ് ഇരുന്ന് കാണാറുണ്ട്. ആ വ്ളോഗെല്ലാം കാണുമ്പോൾ എനിക്ക് എന്ത് കൊതിയാണെന്ന് മഴ കാണാനായിട്ടില്ല. അതുകൊണ്ട് എനിക്കത് ഒട്ടും കാണാൻ താല്പര്യമില്ലെങ്കിൽ കൂടെ എൻ്റെ ഫേവറേറ്റ് ആൾക്കാരുടെ വ്ളോഗ് ആയതുകൊണ്ട് മാത്രം ഞാൻ ആ വ്ളോഗ് ഇരുന്ന് കാണും ഗൈസ്.
അതിന് എന്തോരം സങ്കടത്തിലാക്കി പറയും. ഇവർ ഈ പുഴയിലെല്ലാം പോയി ചാടുന്നത് ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരാറുണ്ട്. ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനോട് ചോദിച്ചു, ഇതുവരെ അത്രയും മഴ പെയ്ത് കണ്ടിട്ടുണ്ടാവും? മഴ അമ്മ വന്നപ്പോൾ പെയ്തല്ലോ. ഒരു അവിടെ ആകെ 4 തവണ കണ്ട ഞാൻ ചെന്നപ്പോൾ മഴ ചോദിച്ചു എവിടെ പറ മഴ ഒരു തവണ കണ്ടല്ലേ പെയ്തിട്ടുള്ളൂ ചോദിച്ചു. അതാണ് മുറിക്കകത്ത് മുഴുവൻ വെള്ളം വന്ന് തുടച്ചതമ്മ ഓർക്കണം. അത് ഒരു വർഷത്തിന് നിന്നപ്പം. അങ്ങനെ അവിടെ ഖത്തറിലും കണ്ട് 4 or 3 തവണ എങ്ങോട്ട് മഴ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലമൊന്നും മഴയേ വന്നിട്ടില്ല. 2024 മഴയേ പെയ്തിട്ടില്ല. 25 പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഒട്ടും പെയ്തിട്ടില്ല. 24 ഒരു തവണ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, അത്ര ഒരു ഓർമ്മയില്ല. പക്ഷെ 2023 രണ്ട് 3 തവണ എങ്ങാണ്ട് വന്നിട്ടുണ്ട്. അടിപൊളിയാണ് ഇവിടെ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. എനിക്ക് അത്രയും ദേ വരുന്നു അടുത്ത ആളെ, ദേ വരുന്നു ഗായ്സ് അടുത്ത ആള്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കസിൻ സിസ്റ്ററിനെ കാണിച്ചതല്ലേ, ഇവരുടെ കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ ജനിമോള്. ഇതിൻ്റെ കസിൻ സിസ്റ്ററാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല, ഇത് കസിൻ സിസ്റ്ററിൻ്റെ അമ്മയാണ് ഗായ്സ്. കണ്ട വളരെ യങ് ലേഡി ആയിട്ട് തോന്നുന്നില്ലേ? ഒരു 2 പിള്ളേരുടെ അമ്മയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കണ്ടെന്നാ വിശ്വസിക്കോ നിങ്ങൾ? നമ്മൾ പിന്നീട് ദേണ്ട എൻ്റെ കസിനും എല്ലാം അവിടെ പോയിരിക്കുവാണ്. നിൽക്കുന്നു അവനെ കിട്ടാനായിട്ടാണ് ഞാൻ ഖത്തറിൽ വന്നപ്പോൾ കുറേ വീഡിയോ അവൻ്റെ ഉണ്ടായിരുന്നെങ്കിലും, പക്ഷെ നിൽക്കുന്നവനാണ് ഗായ്സ് എൻ്റെ കസിൻ ബ്രദർ. എന്തോ വിളിച്ചറിയിക്കുന്നേ ഗായ്സ്. അത് കണ്ടു ഗായ്സ്, നിങ്ങൾ കണ്ടു ഗായ്സ്. അവിടെ എന്തോ ഒളിച്ചു നിൽക്കുകയാണ് ഗായ്സ്, അവൻ ഒളിച്ചു നിൽക്കുകയാണ്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലല്ലേ? ഇത്രയൊക്കെ ക്ലാരിറ്റിയിലൊക്കെ ഞാൻ സൂം ചെയ്തെടുത്തു ഗായ്സ്. എങ്ങനെയൊക്കെ അവനെ കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് എൻ്റെ കസിൻ ബ്രദർ. ഇവിടെ എൻ്റെ കസിൻ സിസ്റ്ററെ കാണിച്ചു തന്നില്ലേ? ഇവർക്ക് എല്ലാവർക്കും ഓരോരോ വട്ടപ്പേര് ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം നിന്നിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇത് അവൻ അവിടെ പോയി നിന്നിട്ട് ഇതാണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്തുവാ കാണിക്കുന്നതെന്ന് അവനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. അതുകൊണ്ട് എന്തോ ചെയ്യുന്നുണ്ട്. മഴ നനയാണ്ടിരിക്കാനുള്ള ട്രിക്കാണോ, അതൊക്കെ വീഡിയോ എടുക്കണം, കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുവാണോ പറയാനുള്ള എന്തോ ചെയ്യുന്നുണ്ട്. ആളാര് പറയട്ടെ എന്തോ ചെയ്യുന്നുണ്ട് അവിടെ, ഒപ്പിക്കുന്നുണ്ട്. ഒരു മഴ നനയാണ്ട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ചാടാൻ പറ്റും നോക്കട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ എവിടെ നിന്ന് അങ്ങോട്ടൊന്ന് ചാടാൻ പറ്റും നോക്കട്ടെ. കണ്ടോ ഗൈസ്, ഞാൻ ചാടി തുമ്മി ഒന്ന് മാറ്റണേ. തുമ്മി ചെയ്താലേ കുറച്ചുകൂടെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. കണ്ടോ ഗൈസ്, അവൻ നിൽക്കുന്ന കണ്ടോ ഗൈസ് നിങ്ങൾ? ചേണ്ട അവൻ പോയി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് ഇവിടെ നല്ല മഴയാണ്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ടെല്ലാം ക്ലിയറിറ്റി കേൾക്കുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. പക്ഷെ എന്നാലും ഇവിടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് ഇവിടുത്തെ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അടിച്ച് പൊളിക്കാനുള്ളൊരു വ്യൂ ഉണ്ട്. പക്ഷേ എന്ത് പറയാനാ, ഡ്രസ്സൊന്നും ഇല്ല, പിന്നെ ഗ്രാൻഡ് മദർ ഇറക്കത്തില്ല. പിന്നെ പോയി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുട്ടുകഴിഞ്ഞില്ലേ. അടുത്താളൊന്നുമില്ല, ഞാൻ അവിടെ ഓടി ഗൈസ്. കണ്ട ഗൈസ്, എന്തുവാ എന്തോ ചെയ്യുന്നു. ഇവലാണ് ഞാൻ പറഞ്ഞ എൻ്റെ ചുണ്ടടി കുട്ടി. അച്ഛയുടെ വീട്ടിൽ പോയിട്ട് മഴയല്ലേ കുഞ്ഞെ? അച്ചാച്ചല്ലേ ഇതെന്നോട് കൂടെ എല്ലാം കൂടെ. വാവ് ഗൈസ്, എന്ത് പറയാനാടാ, എൻ്റെ മുടിയെല്ലാം പോയി. കുഴപ്പമില്ല, അടിപൊളി. 3 ദിവസം ഞാൻ അടിച്ച് പൊളിച്ച് എനിക്ക് കിടക്കണം. ചവട്ട് കുസൃതി എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കുസൃതിയാണ് കുസൃതി. എന്തൊക്കെ ഒപ്പിച്ച് വെച്ചെന്നറിയാമോ? ഒരു ഷാള്, സാരിക്ക് പിന്ന് കുത്താൻ വേണ്ടി വെച്ച ഷാളാണ്. സാരിക്ക് പിന്ന് കുത്താൻ വേണ്ടി വെച്ച പിന്നാണ്. എന്നിട്ട് ഇവള് ഒരു ലെഹങ്ക ഇട്ടുകൊണ്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അപ്പം അതിൽ ഷാളിൽ പിന്ന് കുത്തി വെച്ചേക്കുന്നു. ഇവിടെ മൊത്തം പിന്ന് കുത്തി വെച്ചേക്കുന്നു. ഞാനാണെങ്കിൽ തലമുടിയിലാണ് ഷാള് ഇവിടെ ഷാളിലാണ് തലമുടി എന്ന് പറയണത്. ഇവിടുത്തെ ഷാളിൽ പിന്ന് കുത്തി വെച്ചിട്ട് എന്നിട്ട് ഞാൻ
ആ എന്നിട്ട് അവിടെ ഷാൾ ഇടാനായിട്ട് ഇങ്ങനെ കത്തിയായിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ. പിന്നെ ഇവിടെ ഒരെണ്ണമായിട്ട് അവൾ കുത്തിച്ചു, അവൾ തന്നെ കുത്തിച്ചു, ആരും സഹായിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ നോക്കുന്ന നേരത്ത് ഇവളുടെ ഷാളിന് ഇന്ന് വരെ ഇങ്ങനെ കിടപ്പുണ്ട്. അന്നത്തെ ആ സാധനം ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ ബാലൻസ് ഒന്നും അവളോട് കുനിയാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ ഷാളൊന്നും താഴെ ഒട്ടി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട്, കാരണം ഇവള് പിന്നൊന്നും അമ്മായി കുത്തി കൊടുത്തില്ല. എന്നിട്ട് അവളുടെ ഇതൊക്കെ പിന്നെ കുത്തിയപ്പോൾ അവളോട് ഏതാ പിന്നെ വളർന്ന കുത്തി ആര് കുത്തി തന്നെ വെച്ചു. ഞാൻ തന്നെ കുത്തിയതാ. മറ്റേ സാരിയുടെ അവിടെ അമ്മ കുത്താൻ വേണ്ടി വെച്ചെടുത്തോണ്ട് വന്നു. ഞാൻ എന്തോ പറയാനാന്ന് പറയണത്. ഇതുകൊണ്ടാണ് ഇവള് കുസൃതിയുടെ ആറാട്ട് നടത്തി വെച്ചപ്പോൾ ആണോ കണ്ട അലമാരിക്കകത്ത് ഇത് വെച്ചിട്ട് അവൾ അനങ്ങാതെ പോലില്ല. അപ്പോഴാണ് എൻ്റെ തലമണ്ട കീഴ് പോളി. ഇത് ബോളൊന്നും വർക്കാവില്ല, വെച്ച് വർക്കാവില്ലാത്ത ബോള അടിച്ചു പോയ വെള്ളത്തിൽ ഇങ്ങനെ. ഞാൻ മറ്റേ ഇവിടെ കുഞ്ഞിക്കോട ഉണ്ടല്ലോ, ഇവിടെ കുഞ്ഞിക്കോട ഉണ്ടായിരുന്നു ഗൈസ്. കുഞ്ഞിക്കോട എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുഞ്ഞിക്കോട. അതന്നെ കാണിച്ചു തരാം ഗൈസ്. കുഞ്ഞിക്കോളയുടെ മുളിപ്പാട്ടുണ്ട്. ഇതൊന്ന് തുറന്നു കാടേ, എനിക്കിത് വേണ്ടടേ, ഞാൻ തുറന്നു കാടേ. നീയാ അപ്പം അവിടെ ഇതെനിക്ക് പിടിക്കാൻ പോലും പറ്റുള്ള എന്നാ കുഞ്ഞിക്കോടയാന്നൊക്കെ. എങ്ങോട്ട് പോകണം നോക്കുക, ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോട്ടെ നമ്മൾ അടിപൊളി പുറത്തേക്ക് പോലെ ഇത് കണ്ടോ, നീ പുറത്തേക്ക് പോലെ കേട്ടോ. അടിപൊളി വ്യൂ ആണെന്ന് കണ്ട കാര്യങ്ങൾ. എനിക്ക് നിങ്ങൾ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഉള്ളവർക്ക് മഴ കാണുമ്പോൾ എന്താ പറയണ വലിയ ആഹ്ലാദ ഉത്സാഹം തരമൊന്നും തരാറില്ലെങ്കിൽ, പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങോട്ട് എന്നെപ്പോലുള്ള മഴ കാണാത്ത കിടന്ന പിള്ളേർക്കെല്ലാം ഇത് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇതാ ഞാൻ വീഡിയോ എടുത്തിരിക്കാം, ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. ട്യൂട്ടോറിയല് ക്ലാസ് ഞാൻ മറ്റേ യൂട്യൂബിൽ നിന്റെ ഫോൺ എടുത്തിട്ട് വാ. അപ്പോൾ ഞാൻ ഒരു ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇവന് ചെയ്ത് കൊടുക്കി. അപ്പം പറഞ്ഞു ആ ട്യൂട്ടോറിയൽ എന്നെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു തന്നാ. എടുത്തിട്ടോ യൂട്യൂബ് ചാനൽ വേണം നിർബന്ധമൊന്നുമില്ല. ഫോൺ എടുക്ക്, ആരുടെ ഇങ്ങനെ ഫോൺ എടുക്കാം. ഞാനിവർക്ക് കുറച്ച് മേക്കപ്പ് എല്ലാം ചെയ്ത് കൊടുക്കും. യൂട്യൂബ് കണ്ട കുറച്ച് മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് തന്നിൽ നിങ്ങൾ റേറ്റ് ചെയ്യണേ. ജമിച്ചമ്മ ഫോൺ. അപ്പോൾ ഗായ്സ് ഈ മഴ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ അപ്ലൂ.